നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം കേട്ടോ. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ 2 ഉരുളക്കിഴങ്ങ്, അത്യാവശ്യം വലിയതാണ്. 2 ഉരുളക്കിഴങ്ങ്, ഒരു സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് അതിൻ്റെ തോലൊക്കെ ഒന്ന് പീൽ ചെയ്ത് നമുക്ക് എടുക്കാം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു കുക്കറോ പാനിൽ നമുക്ക് ചെയ്യാം കേട്ടോ. കുക്കറാണ് ഒന്നും കൂടെ നല്ലത്. ഒരു കൊച്ചു കുക്കർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർക്കരുത്. ഇനി നമുക്ക് കടുകിന് പകരം ചെറിയ ജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതുപോലെ ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് വഴറ്റിയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ഒരു 2 കുടം വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഏകദേശം ഒരു 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ വെളുത്തുള്ളി പച്ചമുളകും അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് സവോളയും ഉരുളക്കിഴങ്ങ് അരിഞ്ഞതുപോലെ തന്നെ ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതാ പച്ചമുളക്, ഇതൊരു 10-12 പച്ചമുളകുണ്ട്. അത്യാവശ്യം എരിവ് വേണം കേട്ടോ കറിക്ക്. നമുക്ക് എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ അങ്ങ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാതെ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ നമുക്കിത്. രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കറിയാണിത്. ഇതിൽ കുറച്ച് സമയം നമ്മൾ എടുക്കുന്ന എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ആ ഒരു സമയം മാത്രമേ കുറച്ച് സമയം നമ്മളിത് സ്റ്റൗവിൽ വെക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് തീർക്കുന്നുണ്ട്. ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരല്പം ഞാൻ ചേർത്ത് കൊടുക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറും. ഇല്ലെങ്കിൽ ആ പച്ച ചുവ നന്നായിട്ട് വരും, നമ്മുടെ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയം അടിക്ക് പിടിക്കാനുള്ള ചാൻസും കൂടുതലാണ്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അടിയിൽ പിടിക്കുമല്ലോ. അപ്പം നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ചേർക്കുന്നത് മല്ലിപ്പൊടി നമുക്ക് ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് മുങ്ങി നിൽക്കണം, നികക്ക നിൽക്കണം. ഇതിൻ്റെ ഒപ്പം അത്രയും മതി. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് അടച്ച് വെക്കാനുള്ളത്. എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. തിളയ്ക്കുമ്പോൾ നമുക്കിത് ലോയിലോട്ട് മാറ്റാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത്. 2 വിസിൽ വന്ന് അപ്പോഴെ തന്നെ തുറക്കാൻ കേട്ടോ. നമ്മൾ ഈ എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അപ്പോഴെ തന്നെ തുറക്കണം. അല്ലാതെ നമ്മൾ തുറക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് പോകും. ഒരുപാട് വെന്ത് അങ്ങ് ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിലും
രസം ഉണ്ടാവില്ല കറി കഴിക്കാനായിട്ട്. അപ്പോൾ അതേ ഒരു വിസിൽ 2 വിസിൽ വന്നു അപ്പോഴത്തന്നെ ഞാനിത് തുറക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് തുറന്നിട്ട് നോക്കാം. കണ്ടോ, വെള്ളമൊന്നും ഒരുപാട് കൂടി പോയിട്ടില്ല. ഇനി നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്ന് വെച്ച് ഒരു 5 മിനിറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് മല്ലിയില ചേർക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഗരം മസാല ഇതൊക്കെ ചേർക്കുന്നത് വരെ നമുക്കിത് എന്തായാലും സ്റ്റൗവിൽ വെക്കണമല്ലോ. അപ്പം ആ വെള്ളം കറക്റ്റ് ആയിക്കോളും. ഗ്രേവി നല്ല പാകത്തിന് നമുക്ക് കിട്ടും. പിന്നെ ഒരുപാട് ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നന്നായിട്ടൊന്ന് പെരണ്ടിരിക്കേണ്ട രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ സ്വല്പം ഗ്രേവി ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം. ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കറിയാണ് കേട്ടോ ഇത്. ശേഷം ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ആവുള്ളൂ, അല്ലാതെ ഇടിയപ്പത്തിന് അത്ര നന്നായിട്ടുണ്ടാവില്ല. ഞാൻ ഇതിന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പത്തിനും ചിലപ്പം നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കാം. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത് കുറച്ച് ഗരം മസാലയാണ് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യും. മല്ലിയിലയോട് തൂക്കി കൊടുത്തിട്ട് ഒന്നൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഇത്രയും മതി ഗ്രേവി. ഇനി ഒന്നുകൂടെ ഒന്ന് കുറുകി വരുമല്ലോ നമ്മൾ ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക്. ഇപ്പം കണ്ട നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ ചപ്പാത്തിയിൽ എടുത്തിട്ട് കഴിക്കും. ആപ്പാര ടേസ്റ്റാണ് കേട്ടോ അത്. ഒന്നങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. ആ മല്ലിയിലയുടെ ആ സ്മെല്ലൊക്കെ എല്ലായിടത്തും ഒന്ന് ആയിക്കോട്ടെ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.